നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, ഏവർക്കും അക്ഷയ കേരളത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കേരളത്തിലെ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്കും കുടുംബശ്രീ അംഗങ്ങൾക്കും വിധവകൾക്കും നിർമ്മാണ തൊഴിലാളികൾക്കും പ്രവാസി ക്ഷേമനിധി അംഗങ്ങൾക്കും ഏറ്റവും പ്രധാനപ്പെട്ട നിരവധി അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അഭയകരണം പദ്ധതിയുടെ പുതിയ വിവരങ്ങൾ, കുടുംബശ്രീ അംഗങ്ങൾക്ക് ലഭിക്കുന്ന ജീവൻ സുരക്ഷാ ഇൻഷുറൻസ്, വിവിധ വായ്പാ ആനുകൂല്യങ്ങൾ, ഈ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം, മസ്റ്ററിംഗ് സംബന്ധിച്ച ഔദ്യോഗിക നിർദ്ദേശങ്ങൾ, ഓണക്കാലത്ത് 4000 രൂപ ലഭിക്കുമെന്ന കാര്യം, വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാത്തവരുടെ പെൻഷൻ സ്ഥിതി, നിർമ്മാണ തൊഴിലാളികളുടെ പെൻഷൻ കുടിശ്ശിക, പ്രവാസി പെൻഷൻ സംബന്ധിച്ച വിവരങ്ങൾ എന്നിവയും ഓരോന്നായി നമുക്ക് ഈ വീഡിയോയിൽ വിശദമായി നോക്കാം. വീഡിയോ അവസാനം വരെ കാണുക, എന്നാൽ മാത്രമേ എല്ലാ വിവരങ്ങളും പൂർണ്ണമായി മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ ആദ്യമായി ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ ഇനേബിൾ ചെയ്യാനും ഷെയർ ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. സമൂഹത്തിൽ ഒറ്റപ്പെട്ട് കഴിയുന്ന നിരവധി മുതിർന്ന സ്ത്രീകൾ ഇന്നും സുരക്ഷിതമായ ജീവിതം നയിക്കാൻ ബുദ്ധിമുട്ടുന്നുണ്ട്. പ്രത്യേകിച്ച് 50 വയസ്സിന് മുകളിലുള്ള ആശ്രയമില്ലാത്ത വിധവകൾക്ക് സംരക്ഷണം നൽകുന്നതിനാണ് അഭയകരണം പദ്ധതി രൂപീകരിച്ചിരിക്കുന്നത്. ഈ പദ്ധതിയുടെ ലക്ഷ്യം പണം നൽകുക മാത്രമല്ല, ഇത്തരം സ്ത്രീകൾക്ക് സുരക്ഷിതമായ ജീവിത സാഹചര്യം ഒരുക്കുകയും അവരെ സംരക്ഷിക്കുന്ന കുടുംബങ്ങൾക്ക് സർക്കാർ സാമ്പത്തിക പിന്തുണ നൽകുകയും ചെയ്യുകയാണ്. 50 വയസ്സിന് മുകളിലുള്ള പ്രായമായ ആശ്രിതമില്ലാത്ത വിധവയെ സ്വന്തം വീട്ടിൽ സംരക്ഷിക്കുന്നവർക്ക് നിശ്ചിത മാനദണ്ഡങ്ങൾ പാലിക്കുന്ന സാഹചര്യത്തിൽ ധനസഹായം ലഭിക്കുന്ന രീതിയാണ് പദ്ധതി പ്രവർത്തിക്കുന്നത്. ഇതിലൂടെ നിരവധി കുടുംബങ്ങൾക്കും സാമൂഹിക സുരക്ഷയുടെ ഭാഗമായി സർക്കാർ പിന്തുണ ലഭിക്കുന്നുണ്ട്. എന്നാൽ എല്ലാ അപേക്ഷകരും ഈ ആനുകൂല്യത്തിന് അർഹരാകണമെന്നില്ല. അപേക്ഷ സമർപ്പിക്കുമ്പോൾ ആവശ്യമായ രേഖകൾ പ്രായം തെളിയിക്കുന്ന രേഖ, വിധവാസ്ഥിതി സംബന്ധിച്ച രേഖ, സംരക്ഷിക്കുന്ന കുടുംബത്തിന്റെ വിവരങ്ങൾ, വരുമാന സംബന്ധമായ രേഖ എന്നിവ പരിശോധിച്ച ശേഷമാണ് അംഗീകാരം ലഭിക്കുന്നത്. അതിനാൽ പദ്ധതി സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ അറിയാൻ അടുത്തുള്ള സാമൂഹ്യനീതി വകുപ്പിലെ ഓഫീസിലോ അല്ലെങ്കിൽ അക്ഷയ കേന്ദ്രത്തിലോ ബന്ധപ്പെടുന്നത് ഗുണകരമായിരിക്കും. അതുപോലെ ഇനി കുടുംബശ്രീ അംഗങ്ങളെ കുറിച്ച് നോക്കാം. കേരളത്തിലെ ലക്ഷക്കണക്കിന് സ്ത്രീകൾ കുടുംബശ്രീയുടെ ഭാഗമായി പ്രവർത്തിക്കുന്നുണ്ട്. സാമ്പത്തികമായി മുന്നേറുന്നതിനൊപ്പം സാമൂഹിക സുരക്ഷയും ഉറപ്പാക്കുന്നതിനായി നിരവധി പദ്ധതികളാണ് സർക്കാർ നടപ്പിലാക്കുന്നത്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ജീവൻ സുരക്ഷാ ഇൻഷുറൻസ് പദ്ധതി. അപകട മരണവും സ്ഥിരമായ വൈകല്യവും ഉൾപ്പെടെയുള്ള സാഹചര്യങ്ങളിൽ സാമ്പത്തിക സഹായം നൽകുന്ന രീതിയാണ് ഈ പദ്ധതി പ്രവർത്തിക്കുന്നത്. കുടുംബത്തിന്റെ ഏക ആശ്രയമായിരുന്ന വ്യക്തിക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ കുടുംബം സാമ്പത്തികമായി തകർന്നു പോകാതിരിക്കാനാണ് ഇത്തരം ഇൻഷുറൻസ് പദ്ധതികൾ സഹായകരമാകുന്നത്. അതോടൊപ്പം കുടുംബശ്രീ മുഖേന ചെറുകിട സംരംഭങ്ങൾ ആരംഭിക്കാൻ വിവിധ വായ്പാ പദ്ധതികളും നിലവിലുണ്ട്. സ്വയം തൊഴിൽ ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ബാങ്കുകളുമായി സഹകരിച്ച് വായ്പ ലഭ്യമാക്കുന്ന സംവിധാനവും പ്രവർത്തിക്കുന്നുണ്ട്. സ്ത്രീ സംരംഭകരെ പ്രോത്സാഹിപ്പിക്കുന്ന നിരവധി പദ്ധതികളും ഇതിനോടൊപ്പം ബന്ധിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ കുടുംബശ്രീ അംഗങ്ങൾക്ക് കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പ ലഭിക്കുന്ന അവസരങ്ങൾ, ഗ്രൂപ്പ് അടിസ്ഥാനത്തിലുള്ള സാമ്പത്തിക സഹായം, ചെറുകിട സംരംഭ വികസനം എന്നിവ സംസ്ഥാനത്ത് വലിയ രീതിയിൽ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. പുതിയ അംഗങ്ങൾക്കും വിവിധ പരിശീലന പരിപാടികളിലൂടെ സംരംഭകത്വം വളർത്താനുള്ള അവസരങ്ങളും ഒരുക്കുന്നുണ്ട്. ഇനി ഏറ്റവും കൂടുതൽ ആളുകൾ കാത്തിരിക്കുന്ന വിഷയം ക്ഷേമ പെൻഷൻ വിതരണം. സാമൂഹ്യ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ലക്ഷക്കണക്കിന് ഗുണഭോക്താക്കൾ ഓരോ മാസവും പെൻഷൻ വിതരണം എപ്പോൾ ആരംഭിക്കും എന്നറിയാൻ കാത്തിരിക്കുകയാണ്. ഇപ്പോൾ ലഭ്യമായ വിവരങ്ങൾ പ്രകാരം ഈ മാസത്തെ പെൻഷൻ വിതരണം സംബന്ധിച്ച നടപടികൾ പുരോഗമിക്കുകയാണ്. അടുത്ത ആഴ്ച വിതരണം ആരംഭിക്കുമെന്നാണ് അറിയാൻ കഴിയുന്ന വിവരങ്ങൾ. അതുപോലെ മസ്റ്ററിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. മസ്റ്ററിംഗ് എല്ലാവരും അവസാന തീയതി വരെ കാത്തിരിക്കാതെ, സെപ്റ്റംബർ 30 വരെ കാത്തിരിക്കാതെ എല്ലാവരും തന്നെ എത്രയും പെട്ടെന്ന് മസ്റ്ററിംഗ് പൂർത്തിയാക്കുക. സെപ്റ്റംബർ 30 വരെയാണ് സമയം തന്നിരിക്കുന്നത്. സെപ്റ്റംബർ 30-നുള്ളിൽ, അതായത് ഈ മാസം തന്നെ മസ്റ്ററിംഗ് ചെയ്യണോ എന്നുള്ള പലരും ചോദിക്കുന്നുണ്ട്. അടുത്ത മാസം ചെയ്താൽ പോരെ, ജൂലൈ മാസത്തിലെ പെൻഷൻ ലഭിക്കാതെ ആവുമോ, അതുപോലെ സെപ്റ്റംബർ മാസത്തിലെ പെൻഷൻ ലഭിക്കാതെ ആവുമോ എന്നുള്ള പല ചോദ്യങ്ങളുണ്ട്. അങ്ങനെയില്ല. സെപ്റ്റംബർ 30-ന് ശേഷം ഒരു പക്ഷേ മസ്റ്ററിംഗ് നിങ്ങൾ ചെയ്യാതെ പോയാൽ മാത്രമേ ഭാവിയിൽ സെപ്റ്റംബറിന് ശേഷമുള്ള ഗഡുക്കൾ തടഞ്ഞു വയ്ക്കാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് സെപ്റ്റംബർ 30-നുള്ളിൽ എത്രയും വേഗം മസ്റ്ററിംഗ് ചെയ്ത് പൂർത്തിയാക്കുക. പിന്നെ അതുപോലെ വേറെ കാര്യമാണ്, ഓണക്കാലത്ത് 4000 രൂപ ലഭിക്കുമോ എന്നുള്ള ചോദ്യം. ഇത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ചയാവുന്ന ഒരു ചോദ്യമാണ്. പലരും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഓണത്തിന് 4000 രൂപ ഉറപ്പാണ് പറയുന്ന വീഡിയോകളും സന്ദേശങ്ങളും കാണുന്നുണ്ട്. എന്നാൽ ഇവിടെ ഒരു പ്രധാന കാര്യം മനസ്സിലാക്കണം. ഓണ സമയത്ത് 2 മാസത്തെ പെൻഷൻ ഒരുമിച്ച് വിതരണം ചെയ്യുകയാണെങ്കിൽ ആകെ തുക 4000 രൂപയായി ലഭിക്കാനുള്ള സാഹചര്യം ഉണ്ടാവും.
ഇത് സർക്കാർ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്ന സമയത്താണ് അന്തിമമായി വ്യക്തത വരിക. ഒരു മാസത്തെ പെൻഷൻ നേരത്തെ വിതരണം ചെയ്താൽ പിന്നീട് മറ്റൊരു മാസത്തെ തുക മാത്രമാണ് ലഭിക്കാൻ സാധ്യത. അതുകൊണ്ട് 4000 രൂപ ഉറപ്പാണെന്ന രീതിയിലുള്ള വാർത്തകൾ ഔദ്യോഗിക പ്രഖ്യാപനം വരുന്നത് വരെ സ്ഥിരീകരിച്ചതായി കരുതരുത്. സർക്കാർ ഉത്തരവ് പുറത്തിറങ്ങുന്ന മുറയ്ക്ക് യാഥാർത്ഥ്യ വിവരങ്ങൾ മാത്രമാണ് ഗുണഭോക്താക്കൾ വിശ്വസിക്കേണ്ടത്. അതുപോലെ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാത്തവർ ശ്രദ്ധിക്കുക. ചിലരോട് വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു. ജൂൺ 30 വരെയായിരുന്നു സമയം കൊടുത്തിരുന്നത്. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവർ ചില വിഭാഗങ്ങളോടായിരുന്നു വരുമാന സർട്ടിഫിക്കറ്റ് ബന്ധപ്പെട്ട രേഖകൾ പുതുക്കി സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടിട്ടുള്ള സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഈ സാഹചര്യത്തിൽ നിരവധി പേർ ആശങ്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. വരുമാന സർട്ടിഫിക്കറ്റ് നൽകിയില്ലെങ്കിൽ പെൻഷൻ ഉടൻ നിർത്തുമോ, ഇനി വീണ്ടും അപേക്ഷിക്കേണ്ടി വരുമോ, പണം അക്കൗണ്ടിൽ വരാതിരുന്നാൽ എന്ത് ചെയ്യും, ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ കൂടുതലും ഉയർന്നു. ഇവിടെ പ്രധാനമായി മനസ്സിലാക്കേണ്ടത് സർക്കാർ ആവശ്യപ്പെടുന്ന രേഖകൾ കൃത്യസമയത്ത് സമർപ്പിക്കുന്നത് ഭാവിയിൽ തടസ്സങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കുമെന്നതാണ്. രേഖകൾ സമർപ്പിക്കാനുള്ള അറിയിപ്പ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് അവഗണിക്കാതെ നിങ്ങൾ സമർപ്പിക്കണമായിരുന്നു. ഒരു പക്ഷേ ഈ മാസത്തെ ജൂലൈ മാസത്തെ പെൻഷൻ ലഭിക്കുമോ, അതായത് വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടവർ സമർപ്പിക്കാത്ത അവസ്ഥയ്ക്ക് അവർക്ക് ലഭിക്കുമോ എന്നുള്ളത് നോക്കി കാണാൻ തന്നെ വേണം. ഇനി വിധവ പെൻഷനുമായിട്ടുള്ള കാര്യം, നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് നൽകേണ്ട ഒരു കാര്യമുണ്ടായിരുന്നു. വിധവ പെൻഷനും അവിവാഹിത പെൻഷനും ലഭിക്കുന്ന ചില ഗുണഭോക്താക്കൾക്ക് നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് സംബന്ധിച്ച ആശയക്കുഴപ്പം നിലവിലുണ്ടായിരുന്നു. ഈ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെടുന്ന സാഹചര്യങ്ങളിൽ അത് സമയബന്ധിതമായി സമർപ്പിക്കേണ്ടത് പ്രധാനമായിരുന്നു. അത് സമർപ്പിക്കാത്തവർക്കും ഒരുപക്ഷെ ഈ ജൂലൈ മാസത്തെ ക്ഷേമ പെൻഷൻ ലഭിക്കാനുള്ള സാധ്യത കുറവാണ്. പക്ഷെ മറ്റുള്ളവർ ഭയപ്പെടേണ്ട, ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. ഇത് ആവശ്യപ്പെട്ടവരോട് മാത്രം അത് സമർപ്പിക്കേണ്ടതുള്ളൂ. ബാക്കിയുള്ളവർക്ക് അതിൻ്റെ ഒരു പ്രശ്നമില്ല. അതുപോലെ നിരവധി പ്രേക്ഷകർ ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ്, മറ്റുള്ളവർക്ക് പണം ലഭിച്ചു, എനിക്ക് ലഭിച്ചില്ല, ഇനി എന്ത് കാരണമായിരിക്കും ഉള്ളതെന്നുള്ള ചോദ്യമുണ്ടായിരുന്നു. ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളിൽ പിഴവോ, ആധാർ ബന്ധിപ്പിച്ചിട്ടില്ല, അതുപോലെ രേഖകൾ പുതുക്കിയിട്ടില്ല, സാങ്കേതിക കാരണങ്ങളാൽ പണം താൽക്കാലികമായി തടഞ്ഞിരിക്കാം. അതിനാൽ ബാങ്ക് പരിശോധിക്കുക, ബാങ്ക് പാസ്ബുക്ക് ഒന്ന് പരിശോധിക്കുക, പഞ്ചായത്ത് ഓഫീസുമായി ബന്ധപ്പെടുക. അതിനുശേഷവും ഈ പ്രശ്നം തുടരുകയാണെങ്കിൽ ബന്ധപ്പെട്ട സാമൂഹ്യ സുരക്ഷാ വിഭാഗവുമായി ബന്ധപ്പെടണം. ഇനി നിർമ്മാണ തൊഴിലാളികളെ സംബന്ധിച്ച വിഷയത്തിലേക്ക് വരാം. സംസ്ഥാനത്തെ ആയിരക്കണക്കിന് നിർമ്മാണ തൊഴിലാളികൾ ക്ഷേമനിധി ബോർഡിൽ അംഗങ്ങളാണ്. ഈ തൊഴിലാളികൾ വർഷങ്ങളായി ബോർഡിലേക്ക് വിഹിതം അടച്ച അംഗത്വം നിലനിർത്തുന്നവരാണ്. പെൻഷൻ മാത്രമല്ല, ചികിത്സാ സഹായം, വിദ്യാഭ്യാസ സഹായം, മരണാന്തര ധനസഹായം, വിവാഹ ധനസഹായം തുടങ്ങി നിരവധി ആനുകൂല്യങ്ങളും ക്ഷേമനിധി ബോർഡിലൂടെ ലഭ്യമാണ്. എന്നാൽ പെൻഷൻ വിതരണം വൈകുന്നതിനെ കുറിച്ച് പല ഭാഗത്തു നിന്നും പരാതികൾ ഉയരുന്നുണ്ട്. പെൻഷൻ കുടിശ്ശികയെക്കുറിച്ചും നിരവധി തൊഴിലാളികൾ ആശങ്ക അറിയിച്ചിട്ടുണ്ട്. ഇത്തരം സാഹചര്യങ്ങളിൽ ഗുണഭോക്താക്കൾ അവരുടെ അംഗത്വം സജീവമാണോ, വിഹിതം അടച്ചിട്ടുണ്ടോ, രേഖകളിൽ അപാകതയുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിക്കുന്നത് നല്ലതാണ്. ബാക്കി കുടിശ്ശിക വിതരണം എപ്പോൾ ആരംഭിക്കുമെന്നുള്ള കാര്യം ഇനിയും നമ്മൾ ഒരു ഔദ്യോഗിക അറിയിപ്പിനായി നമ്മൾ കാത്തിരിക്കേണ്ടത് അനിവാര്യമാണ്. കേരളത്തിൽ നിന്നും വിദേശ രാജ്യങ്ങളിലേക്ക് പോയി പ്രവാസി ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ അംഗമായവർക്ക് വിവിധ സാമൂഹ്യ സുരക്ഷാ ആനുകൂല്യം ലഭിക്കുന്ന സംവിധാനമുണ്ട്. പെൻഷൻ, ചികിത്സാ സഹായം, കുടുംബസഹായം, അതുപോലെ മറ്റ് ക്ഷേമ പദ്ധതികൾ എന്നിവയും ഇതിന്റെ ഭാഗമാണ്. പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് വൈകൽ ഉണ്ടാകുന്ന സാഹചര്യങ്ങളിൽ ബന്ധപ്പെട്ട ക്ഷേമനിധി ഓഫീസുമായി ബന്ധപ്പെടുന്നത് ഗുണകരമാണ്. അക്കൗണ്ട് വിവരങ്ങൾ, അംഗത്വം, വിഹിതം അടച്ചിട്ടുള്ള സ്ഥിതി എന്നിവയും പരിശോധിക്കേണ്ടതാണ്. ഇനി ഇതിന്റെയും വിതരണം സംബന്ധിച്ച ഔദ്യോഗിക സ്ഥിരീകരണം നമ്മൾ കാത്തിരിക്കുക തന്നെ വേണം. ഇതുവരെ അതിനെക്കുറിച്ചുള്ള ഔദ്യോഗിക വിശദീകരണം തന്നിട്ടില്ല. ഓണത്തിനോടനുബന്ധിച്ച് നിർമ്മാണ തൊഴിലാളി പെൻഷൻ അതുപോലെ പ്രവാസി പെൻഷൻ ലഭിച്ചാൽ അത് ഓണത്തിന് വലിയൊരു സഹായമായി മാറും. ഇതുമായി അനുബന്ധിച്ച് പുതിയ വിവരങ്ങൾ വരുന്ന മുറയ്ക്ക് അത് നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. ഇങ്ങനെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ചാനൽ ഹൈപ്പ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത്. വീണ്ടും ഒരു വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.